ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ അസീന യൂനസ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റവ വെച്ചിട്ട് ഒരു അടിപൊളി കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണൂക്കാരെ സ്പെഷ്യൽ വിഭവമായ കുഞ്ഞിപ്പത്തൽ റവ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കനുള്ള നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 പിടുത്തത്തോളം നാളികേരം ചിരിവേത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ചെറുള്ളി ഒരു 7 ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് പെരിഞ്ജീരകം, 1 സ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി 1 സ്പൂണ് കുരുമുളക്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നാളികേരത്തിൻ്റെ ഒന്ന് കളറ് മാറുന്ന വരെയും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. നാളികേരത്തിൻ്റെ കളറ് മാറിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നാളികേരം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി 1 സ്പൂണ്, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കുക. അപ്പോൾ പൊടികളിടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, മറക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വറുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. ഇനി കറി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം 3 മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു സംഭവമല്ലേ. ഇനിയിപ്പോൾ ഇതേ ഞാൻ നാളികേരമൊക്കെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതേ ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തു. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ലതേ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ചെറുതായി വഴറ്റി വന്നതിന് ശേഷം ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ, അതും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് മെൽറ്റായി വരട്ടെ, അതിനുവേണ്ടി ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ കുത്തി ഉടച്ച് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റോളം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ വഴറ്റി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് മതി. അതിന് ശേഷം ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊരു 1 കിലോനോളം ചിക്കൻ ഉണ്ട്. 1 കിലോനും പിന്നെ ഒരു 100 ഗ്രാം ഉണ്ട് കേട്ടോ. 1100-ൻ്റെ ചിക്കനാണ്. ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക, വലിയ പീസോളാക്കണ്ട, വളരെ ചെറുതാക്കി കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ 1 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ച് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് നല്ലോണം തിളച്ച് വരുന്ന വരെയും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഞാൻ നോക്കുകയാണ്. ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഗ്രേവിയൊക്കെ ഒന്നും കൂടി കുറുകട്ടെ എന്ന് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കൈപ്പിടുത്തം തന്നെയാണ് ഇതിനും നാളികേരം യൂസ് ചെയ്യുന്നത് കേട്ടോ. അധികം നാളികേരം വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3 ചെറുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ ഞാൻ കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നല്ലോണം പൊടിഞ്ഞു വന്നു കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കണം. ആ ബൗളിലേക്ക് റവ,
വറുത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു 5 കപ്പ് റവ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രയ്ക്കും റവ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള നാളികേരമില്ല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. റവയും നാളികേരം ഒന്ന് സെറ്റായി കിട്ടണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇനി വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം റവയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം എന്തോരം വെള്ളം വേണമെന്ന്. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ 1 കപ്പും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് നിറച്ച് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കപ്പ് ഞാൻ ദേ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് കൈ കൊണ്ട് പിടിക്കുമ്പോൾ മനസ്സിലാവും റവക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആയിരിക്കണം. ഞാൻ ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എന്നുള്ളത്. ഓരോരുത്തരുടെ റവയ്ക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസമുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇതേപോലെ ആയിരിക്കണം കേട്ടോ. അതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാവും. പിന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ചിക്കൻ കറി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പീസ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് ഒരല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമുക്ക് റവ എങ്ങനെയായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിടിച്ച് നോക്കുമ്പോൾ കണ്ടില്ല, റവ ഒക്കെ നല്ലോണം കുതിർന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലായിരിക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഉണ്ടായപ്പോൾ എനിക്ക് സെറ്റായി. നിങ്ങൾ ഓരോരുത്തരുടെ റവയ്ക്ക് അനുസരിച്ചിരിക്കും. ഞാനിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. പരന്നിട്ടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുഴയ്ക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരന്നിട്ടുള്ള പാത്രം യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ചധികം വെള്ളം തിളപ്പിച്ച് വെക്കുക. അപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. കുഴച്ചപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം എനിക്ക് ഇത്രയും മതിയായിരുന്നു കേട്ടോ. ഇനി ഞാനിങ്ങനെ ഒരേ പാട്ടാക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഒരു ചെറിയ പാട്ടെടുത്തിട്ട് അതിനെ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം കേട്ടോ. നീളത്തിൽ ഉരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പത്തൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു പണി ഇതുപോലെ ഇങ്ങനെ പത്തൽ ചെറുതാക്കി പരത്തിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് മൊത്തം പരത്തിയെടുക്കാനൊരു 15 മിനിറ്റ് വന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റി. വീട്ടിൽ പിന്നെ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കളോ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് കൂടാൻ പറയുക. ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഓരോ ചെറിയ പീസ് കൊടുത്തിട്ട് കൈൻ്റെ അടി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ആ വിരലിൻ്റെ തുമ്പ് ഭാഗം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാതും ഇതുപോലെ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അത് നമ്മൾ സ്റ്റീം ചെയ്യുന്ന തട്ടും കൂടിയും വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കുഞ്ഞിപ്പത്തൽ ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞിപ്പത്തൽ ഇട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാതെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞിപ്പത്തലും ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ആവി കയറ്റാണ്. ഒരു 10 മിനിറ്റോളം ആവി കയറ്റിയാൽ മതി. നമ്മളവിടെ കുഞ്ഞിപ്പത്തൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അത് തുറന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുക കേട്ടോ. നേരത്തെ ഓഫ് ചെയ്തതല്ലേ, ഓൺ ചെയ്യുക. ഇനി അതിലേക്ക് കുഞ്ഞിപ്പത്തൽ ഇട്ട് കൊടുക്കുക. എല്ലാ കുഞ്ഞിപ്പത്തലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കുഞ്ഞിപ്പത്തലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുഞ്ഞിപ്പത്തല ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സെറ്റാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം കറി ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തലിലെ കറിയൊക്കെ കിടന്നൊന്ന് സെറ്റായി അതിൽ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവിടണം. അതിന് ഞാൻ ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരല്പം ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. ഉലുവയും കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വറവിടുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ചെറുള്ളിയും കൂടിയിട്ട് നമുക്ക് ഈ വറവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള റവ കുഞ്ഞിപ്പത്തലോടെ സെറ്റായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ആരും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടില്ല കേട്ടോ സെർച്ച് ചെയ്തിട്ട്. ഞാൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അരിപ്പൊടി കഴിക്കുന്ന പോലെയല്ല കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് തരികളുണ്ട് ഇതിന്. റവയുടെ ഒരു തരി ഉണ്ട്, അതുണ്ട്. അത് വേണ്ടെങ്കിൽ റവ ഒന്ന് പൊടിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റും കൂടി ഇടാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.